സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു പോയി. ശരിക്കറി ആളുകൾ കയ്യിലെടുക്കുന്ന പോലെ അല്ല. വിനീതേട്ടൻ തരുന്ന ഫുഡിന്റെ കാര്യം ഓർത്ത് രാവിലെ 6 മണിക്ക് എണീക്കുന്ന ദിവസങ്ങളുണ്ട്. അന്ന് ഒരു ആക്ടറിനോട് ഈ സിഗരറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയി ചോദിച്ചു, ഈ പടം കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. ഞാൻ ഈ പടം കഴിഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്നത്. ആ പടം കഴിഞ്ഞപ്പോൾ അയാളുടെ ലൈഫിൽ അതേപോലെ സംഭവിച്ചു. നിങ്ങൾക്കറിയാം, പേര് പറയണ്ട. കട്ട്. സിഗരറ്റ് കളക്ഷൻ ആണ്. അത് വല്ലാത്ത കണക്ഷനാണോ? എന്നാ പിന്നെ ഒരു ബ്രേക്ക് എടുത്താലോ? ദൈവമേ കാത്തോളി. ഹൈദർക്ക് എന്താ വലിക്കുന്നത്? എന്തോ മുന്തിയ സാധനം തോന്നിട്ട് ഞാൻ വലിക്കുന്ന സീറ്റാണോ? അതൊന്നും അത്ര തെറ്റൊന്നുമല്ല. ഒരു ടെൻഷൻ അടിക്കുമ്പോൾ 2 സീറ്റ് വലിച്ചാൽ ടെൻഷൻ പോയി. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വലിക്കാൻ പറ്റില്ല. ആഗ്രഹിക്കാനേ പറ്റും. പക്ഷെ ഇതിന്റെ ടൈറ്റില് സീറ്റ് വലിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വാണിംഗ് ഉണ്ട്. ഈ സൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ? എന്റെ വരുമ്പോൾ ഇതിങ്ങനെ വന്നാൽ മതി. സ്ക്രോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഗ്രാജുവേറ്റ് ആയ രീതിയിൽ ഉമ്മ വീട്ടിൽ ഒരു മതിൽ പണയാൻ പറഞ്ഞിട്ട് ആ മതിൽ ഇപ്പോഴും വാർക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുകയാണ്. ധ്യാനിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാളിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാവുന്ന ആള് ധ്യാൻ തന്നെയാണ്. അതുകൊണ്ട് ധ്യാനോട് സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഭയങ്കര സാധനായത്. എങ്ങനെയെങ്കിലും ഞാൻ ചില സമയത്ത് നിങ്ങള് ഫാനായി മറന്നിട്ട് ഈ സാധനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന വഴിയുണ്ടല്ലോ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. നമസ്കാരം. ഒരു ജാതകം, ആരുടെ ജാതകമാണ് ഏറ്റവും പൊരുത്തം? നോക്കിയിട്ടുണ്ടോ ജീവിതത്തില്? ഞാൻ നോക്കിയിട്ടില്ല. നോക്കാറില്ല. അതെന്താ? അല്ല, പേടിയുണ്ടോ? അതെയോ? അല്ല, എന്തെങ്കിലും നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ആസ്ട്രോളജീനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല ഇതൊക്കെ. പിന്നെ നമ്മൾ സിനിമയിലാവുമ്പോൾ പല കാര്യത്തിനും പല ആൾക്കാർ സമയമൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ പറയും ഇന്ന് 9 മണിക്ക് മുമ്പ് ഷോട്ട് വെക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചാർട്ട് ചെയ്യും. ആരോടും അതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. തർക്കമില്ല, ഇല്ല, വിശ്വാസമില്ല. ഞാൻ അതിൻ്റെ പിന്നാലെ പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇല്ല. ഓരോരുത്തർക്കും ഓരോ ബിലീഫ്സ് ആണ്. അപ്പം അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് അവരുടെ ബിലീഫായിട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നാറ്. ചില സമയത്ത് ഇതുണ്ട്. അതായത് നമ്മളോട് നമ്മുടെ ഫ്രണ്ട് വന്ന് പറയുമല്ലോ, എൻ്റെ ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പ്രൊജക്ട് ചെയ്യാണ്, വല്ലാണ്ട് ഡിലേ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, നിന്റെ ജോത്സ്യൻ എന്താടാ പറഞ്ഞേ, ഇത് എപ്പോൾ ശരിയാവുന്നാടാ പറഞ്ഞേ, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? ഞാനായിട്ട് എവിടെയും പോയി നോക്കിയിട്ടില്ല. ഇല്ല. ധ്യാനം നോക്കാറില്ല കേട്ടോ. ധ്യാനം കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ആരോ ധ്യാനം കൂട്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ധ്യാനം അങ്ങനെ അതിൽ വിശ്വാസം ഉണ്ടെന്ന്. അവിടെ പോയി പുച്ഛിച്ചിട്ട് വന്ന പോലെയൊക്കെയാണ് എനിക്കറിയുന്ന കഥ. എപ്പോഴും ഉള്ളവരെ പുച്ഛിച്ചിട്ട് പോന്നു, കഥ കേട്ടിട്ടും പോന്നു. അതെ അതെ. എന്നാലും ഇതിന്റെ പേരാണ് ഒരു ജാതകം. എനിക്ക് ഞാൻ ഈ സിനിമയുടെ കുറെ അതിൻ്റെ കൂടെ യാത്ര ചെയ്ത സുബർക്കാരുടെ കൂടെ മോഹൻചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് കുറേ കഥകൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ ഹിറ്റടിക്കുന്ന സിനിമയാണ്. അത് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങാൻ ഈ 25-ൽ ഒരു ഹിറ്റടിക്കുന്ന സിനിമയായിരിക്കും. ആവട്ടെ. ജനുവരിയിൽ ഇറങ്ങിയ സിനിമയിൽ തുടക്കം തൊട്ട് രേഖാചിത്രം തൊട്ട് മമ്മൂക്കാടെ ചിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹിറ്റുകളാണ്. ജനുവരി അവസാനിക്കുമ്പോൾ ഇതും ഒരു ഹിറ്റിലേക്ക് തന്നെ പോട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥത ആഗ്രഹിച്ച് തന്നെ തുടങ്ങാം. അല്ല മൃദുലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പോവാം. മൃദുല ജാതകം നോക്കാറുണ്ടോ? പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം. എന്റെ വീട് പയ്യന്നൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ്. അപ്പൊ അതിന് ചുറ്റും ഒരുപാട് ആസ്ട്രോളജിസ്റ്റ് ഉണ്ട്. ഈ പൊതുവാൾ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട്, ഓരോ 2 വീട് അപ്പുറത്ത് ഓരോ ബോർഡ് കാണാം. ഇന്ന് ആസ്ട്രോളജർ. അംബാനി മുതൽ അദാനി വരെ അവിടെ വന്ന് ജാതകം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളും പോകും. അല്ല, അവര് പോകുന്നുണ്ടല്ല, എന്റെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു വിശ്വാസം എല്ലാ സിനിമ ബിടെക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കറക്റ്റ് സമയമൊക്കെ നോക്കാറുണ്ട്. അതിൽ വിശ്വാസമുണ്ട്. പറയുന്നതിന് എനിക്കൊരു മടിയില്ല. വിശ്വാസം എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഉള്ളിൽ വിശ്വാസമുണ്ട്. പുറത്ത് കാണിക്കാത്തവരായിരിക്കാം. പള്ളിയിൽ പോകണമെന്നില്ല വിശ്വാസത്തിന്, അല്ലേ? എൻ്റെ ആംഗിളിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് ഇത് നോക്കിയിട്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയുണ്ട്. അല്ല, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. ഇനി എന്താ പറയണമെന്ന് പറയാൻ പറ്റുമല്ലോ. അതെ. അതുകൊണ്ട് ലൈഫ് എന്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്.
എനിക്ക് മുമ്പ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രാവിലെ എല്ലാ ദിവസവും പൂജ ചെയ്യും. അപ്പൊ ഒരു ദിവസം പൂജ ചെയ്യാൻ വരുമ്പോൾ ഞാനായിരുന്നു ആ ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഇന്ന് പൂജ ഒന്നും വേണ്ട എടുത്ത് പോകുന്ന പറഞ്ഞു. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, ഏർലി മോർണിംഗ് നല്ല ഷോട്ട്. അന്ന് പൂജ ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ ഒന്നും ഓൺ ആയില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് വലിയ വിശ്വാസം. അത് വലിയൊരു അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു പരസ്യം ഷൂട്ട് ചെയ്യണമെങ്കിലും പടം ഷൂട്ട് ചെയ്യണമെങ്കിലും എല്ലാ ദിവസവും പൂജ ചെയ്യും. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അത് സിനിമയിൽ നമുക്കുണ്ട് കേട്ടോ. അതായത് ലോങ് നൈറ്റ് ഒക്കെ പോകുന്ന ദിവസം രാവിലെ പൂജ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല. അപ്പോൾ മറ്റേ നമ്മൾ വിളിക്കുമല്ലോ, കത്തിക്കാൻ വേണ്ടിട്ട് വിളിക്കുമല്ലോ, അപ്പൊ പോവില്ല. കാരണം ലോങ് നൈറ്റ് പോകുന്നതുകൊണ്ട് നീ പൂജ ചെയ്തുകൊണ്ടാ തീരാൻ താമസിച്ചെന്ന് പറയും. അപ്പൊ ചെറിയ ചാർട്ടൊക്കെ ആണെങ്കിൽ അപ്പൊ പോയി കത്തിച്ചു കൊടുക്കും. ഉച്ചക്കൊക്കെ തീരുന്ന പോലത്തെ വർക്കാണെങ്കിൽ ഇന്ന് ഞാൻ കത്തിക്കാം. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ മൃദുലോന വിശ്വാസത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും. പിന്നെ ഇവിടെ ഏത് സമയത്ത് വീഡിയോ ചെയ്യുമ്പോഴും ജാതകം നോക്കിയിട്ടാ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. അലമ്പാക്കിയാലോ ചെയ്യണം. അലമ്പന്മാരാണല്ലോ ഇവര്. ഞാൻ ഇതുവരെ ജാതകമില്ല. പക്ഷെ ഞാൻ തമിഴ്നാട് നാർഗോലി പഠിച്ചോണ്ടിരുന്നപ്പോ ഒരു വട്ടം അതിനെന്നാ പറയുന്നത്, തമിഴ് ഇവിടെ കറക്റ്റ് പറയുന്നത് അത് തന്നെ. അപ്പൊ കന്യാകുമാരിയിൽ നമ്മള് മറ്റേ സൺറൈസ് ഒക്കെ കാണാൻ പോയത്, രാവിലെ സൺറൈസ്. എന്നിട്ട് അതൊക്കെ മിസ് ചെയ്തിട്ട് മറ്റേ ചീട്ടൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ വലിയ സിവിൽ എഞ്ചിനീയർ ഒക്കെ ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നും പറഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങി. അയ്യോ അതില്ല, ഇനി ശരിയാവും. ഇനി അതിനുള്ള സമയമില്ല. ഇല്ലല്ലോ. അയ്യോ ഇനി സിവിൽ എഞ്ചിനീയറിംഗ് എന്നെ കൊണ്ട് പറ്റാത്ത. ഞാനും എന്റെ പാർട്ട്ണറും അവിടെ ഇരിക്കുന്ന സെബാസ്റ്റിനും കൂടെ പണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഗ്രാജുവേറ്റ് ആയ രീതിയിൽ ഉമ്മ വീട്ടിൽ ഒരു മതിൽ പണയാൻ പറഞ്ഞിട്ട് ആ മതിൽ ഇപ്പോഴും വാർക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് പരിപാടി നടക്കുക പറ്റില്ല. പക്ഷെ യൂട്യൂബ് ചാനൽ കിട്ടുന്ന വരുമാനം സിവിൽ എഞ്ചിനീയർ എവിടെ കിട്ടാനാ? അത് ഉമ്മാരടുത്തൊക്കെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഉമ്മ ഇപ്പോഴും ഉമ്മ ഇടയ്ക്ക് നമ്മുടെ അമ്മമാരില്ലേ, എന്നാലും നീ ആയ കാലത്ത് നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടുന്നതിൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ 1-1.5 മേടിച്ചുകൊണ്ട് വന്നാലും ഉമ്മ മോനെ എന്നൊക്കെ ചെയ്തിട്ട് അടുത്ത നിമിഷം മോനെ IAS എഴുതണ്ട പറക്കല് ആ ഒരു കോൺഫിഡൻസ് ഉമ്മക്ക് എപ്പോഴും ഉണ്ട്. സോ ഇപ്പം ഞാൻ സിനിമയുടെ പുറകെ നടന്നാലും ഉമ്മ നാളെ പറയും, എടാ ഒരു പരീക്ഷ വന്നിട്ടുണ്ട്, അത് എഴുതിയാൽ നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടും, സെറ്റ് ആവും. അതുപോലത്തെ അയ്യോ അതെ IAS പക്ഷേ അതെ. അപ്പം ഞാൻ അങ്ങനെ വിശ്വാസം വെച്ച് അങ്ങനെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. അല്ല, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരെ വിശ്വാസമുണ്ട്. അല്ല, അതാണ് കറക്റ്റ് തന്നെ. പിന്നെ ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു കുറുക്കം കഴിഞ്ഞിട്ട് അടുത്ത കഥയിലേക്കാണ് മോഹൻചേട്ടൻ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ ഞാൻ ഈ കഥ കേട്ടോ, അതിന് മുമ്പ് കഥ കേട്ടാണ്. എനിക്ക് തോന്നുന്നു മോഹൻചേട്ടൻ ഫ്ലാറ്റിൽ പോകുമ്പോൾ കഥയൊക്കെ തീർന്നിരിക്കണ എന്നോട് പറയാറുണ്ട്. അതിനുശേഷമാണ് ഷൂട്ട് നടന്നത്. പെട്ടെന്ന് ഷൂട്ട് നടന്ന് കുറച്ച് വൈകിയാണെങ്കിലും റിലീസ് ചെയ്യേണ്ട സമയങ്ങളിൽ റിലീസാവുന്നു എന്നാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, അതിനപ്പുറം നമ്മൾ ഫേമസ് ആയ ബ്ലോഗേഴ്സാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഒരു വലിപ്പം സിനിമയ്ക്ക് വലുതാണ്. ഈ സിനിമയുടെ മാർക്കറ്റിംഗ് ഇങ്ങനെ പോലും ഇൻ്റർവ്യൂ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവർ മാത്രം ചെയ്താൽ മതി ഈ സിനിമ പ്രേക്ഷക റൂമിലേക്ക് എത്താം. ഇവർ കൂട്ടം കൂടി ചെയ്താൽ ഇത് പ്രേക്ഷക റൂമിലേക്ക് എത്തും. ഇവരെ ഫോളോ ചെയ്യുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാവരും. ഇവർ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്തരം ആളുകളുടെ കൂടിയാണ് അഭിനയിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്ല, ഭയങ്കര ചെറിഷ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ 2-3 മാസം മുമ്പ് ആണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇതിൽ ഏറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയത്, ഞാൻ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് തലശ്ശേരി ഭാഷയിലുള്ളൊരു പടം ചെയ്തിട്ടില്ല. എന്നാ താൻ കേസുകൂടെയൊക്കെ കണ്ട സമയത്ത് എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ, ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഭാഷ പറയാൻ പറ്റുന്നൊരു സിനിമയുടെ പാർട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ സംഗതി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ആ ലാംഗ്വേജിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമർ വരും. മലബാർ സ്ലാങ്ങിന് അങ്ങനെ ഒരു സാധനമുണ്ട്, ട്രിവാൻഡ്രം സ്ലാങ്ങിനുണ്ട്, അങ്ങനെ ചില തൃശ്ശൂർ സ്ലാങ്ങിനുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഏരിയയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ ഹ്യൂമർ ഭയങ്കരമായിട്ട് ഉള്ള പോലെ ഫീൽ ചെയ്തിരുന്നു. ഇത് നറേറ്റ് ചെയ്ത് കേട്ടപ്പോഴും പിന്നെ വായിച്ചപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ഫീൽ ചെയ്തിരുന്നു. ഇനി ഓഡിയൻസിന് അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. അതെ, ഓഡിയൻസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. സൈനോര ഈ തലശ്ശേരിക്കാരിയും കൂടെ ആയതുകൊണ്ട് കണ്ണൂരുകാരും കൂടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഈ സിനിമയിലേക്ക്. സത്യം പറഞ്ഞാൽ എന്തിനാ അടുത്തെന്ന് പോലും എനിക്കറിയില്ല.
എനിക്കിങ്ങനെ ഒരു കോള് വന്നു, എൻ്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് സൈച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ വന്ന്. ഞാനും ഇവിടെ നമ്മൾ പക്ഷെ കോമ്പിനേഷൻ ഷോട്ട് ഇല്ല, നമ്മൾ ഒരുമിച്ചിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് സീൻ. അതെ, ഒരുമിച്ചിട്ട് സീൻസ് ഉണ്ട്. ഒരുമിച്ച് ഒരു റൂമിലല്ല, പക്ഷേ അതെ 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 ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ മീൻ ഷൂട്ടിന് വന്നിട്ട് ആദ്യം തന്നെ വന്നിട്ട് മറ്റേ ഓക്കെ ഡയലോഗ് തൊട്ട് മറ്റേ എന്താണ് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു, എന്ത് എന്നായിപ്പോയി. സ്റ്റേജിൽ കയറി ആളുകൾ കയ്യിലെടുക്കുന്ന പോലെ അല്ല അല്ല അല്ല, പക്ഷെ സായം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല രസമായിട്ടുണ്ട് എന്നാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. ഡബ് ചെയ്തപ്പോൾ ആക്ച്വലി സായ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ എക്സ്പീരിയൻസ് സായക്കുള്ളത് കൊണ്ട്. ഡബിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ കുറെ. ആക്ടിങ് എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ, വണ്ടർവുമനിൽ മാത്രം. ഇതുകൊണ്ട് ഡബിങ് ചെയ്തിട്ടുണ്ടല്ലോ. ഡബിങ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് വലുതാണല്ലോ, പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ. ഇതിൽ അഭിനയത്തിലേക്ക് ചൂട് ഇങ്ങനെ പിടിക്കാനാണല്ലോ നമ്മളൊരു സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന്. ഡയറക്ടറായി ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. നടക്കണ്ടേ, സ്വിച്ച് ഇട്ടാൽ നടക്കുമല്ലോ, അതിൻ്റെതായിട്ട് സമയമുണ്ട്. പിന്നെ കുറച്ചും കൂടി എല്ലാം സെറ്റായിട്ട് ഒരു സിനിമ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു ഡയറക്ടർ എന്ന നില നിങ്ങൾ 2 ഡയറക്ടർമാരാണ് അഭിനയിക്കുന്നുണ്ട്. ഒരു ഡയറക്ടർ എന്ന നില മൃദുലിന് ഏറ്റവും ഇഷ്ടം ഡയറക്ഷനാണോ അഭിനയമാണോ? എനിക്ക് ഡയറക്ഷനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ അഭിനയിച്ചേ, എല്ലാവരും കാര്യം കൈ പിടിച്ച് കുറച്ച് ചാൻസ് ഒക്കെ നേരത്തെ ചോദിച്ചാൽ. ഡയറക്ഷൻ ആണ് താല്പര്യം. ഈ അഭിനയിക്കാൻ പോകുമ്പോൾ ഉള്ള സുഖം വേറെയാണ് അല്ലേ? ഇല്ല, ബുദ്ധിമുട്ടുണ്ട്. അല്ല, അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. എങ്കിലും രാവിലെ എഴുന്നേറ്റ് പോകണ്ട, നമ്മൾ സീനിന്റെ സമയത്ത് പോയാൽ മതി. ചെയ്യുമ്പോ നമ്മളിപ്പം ഇതിൽ ഞാനൊരു പോലീസുകാരനായിട്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 ദിവസം ഇതിന്റെ അസോസിയേറ്റ് വന്നിട്ട് നിങ്ങളെ ബോഡി ലാംഗ്വേജ് ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ എന്നെ രാവിലെ തന്നെ അവൻ ഡിമോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് അയ്യോ ഇത് വേണമായിരുന്നു. അങ്ങനെ അതിന്റെ ഇതുണ്ട്, നമുക്ക് അത്ര ഒരു കേക്ക് വാക്ക് ഒന്നല്ല, എനിക്കല്ല. ഞാനത് വളരെ ഡയലോഗ് എനിക്കിപ്പം ഞാൻ വിനീതമായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ എനിക്കിപ്പം അയ്യോ എന്റെ ഡയലോഗ് തെറ്റിയ ഇയാളും കൂടി വീണ്ടും ഒരു റീടേക്ക് എടുക്കേണ്ടി വരും. നമുക്കറിയാം റീടേക്ക് എടുക്കുന്ന വലിയ തെറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവൻച്വലി അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നാത്താൻ കേസ് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ആക്ച്വലി അഭിനയിക്കാൻ ഇഷ്ടം. തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ മാക്സിമം ഒഴിവാകാൻ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ സെറ്റ് അല്ല, സിനിമയാണല്ലോ അങ്ങനെ ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെന്ന് തിരിച്ചറിയാൻ പറ്റിയ സിനിമ അത് തന്നെയാണല്ലോ. സിനിമയിലെ റോളാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ഞാൻ കുറെ പക്ഷെ അതാണ് ആ സിനിമയിലെ റോളാണ്, ആ ക്യാരക്ടറാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്. ആ റോള് ഞാൻ കഴിയുന്നത് മാക്സിമം അതിന്റെ ഡയറക്ടറിനോട് ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരാളെ സജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയായിരുന്നു. അപ്പം ഡയറക്ടർ വിളിച്ചോണ്ട് ചാക്കോച്ചൻ പറഞ്ഞു താൻ നല്ല ചെയ്താൽ മതി, അങ്ങനെ പോയി ചെയ്താ. അപ്പൊ ഈ കഥ കേട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഥ കേട്ടപ്പോൾ പിന്നീട് നമുക്ക് വിശ്വാസമായല്ലോ. ഈ കഥ കേട്ടിയപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്. ഈ സിനിമയുടെ ഒരു യാത്ര വേറെ രീതിക്കാണ്. ഇത് നമ്മൾ എല്ലാം കാണുന്ന പല ടൈപ്പ് കാണുന്ന സിനിമയിൽ വ്യത്യസ്തമാണ് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? മൊത്തത്തിൽ സബ്ജക്ട് കേൾക്കുള്ളൂ, മോഹൻചേട്ടൻ പറയുകയും ചെയ്യും, മൊത്തം സബ്ജക്ട് പറയുകയും ചെയ്യും. എന്നെ ആദ്യം വിളിച്ചത് വിനീതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വിനീതിന്റെ സിനിമയിലോ അങ്ങനെ വേറെന്തോ പരിപാടിക്കാ വിളിച്ചെന്ന് ആദ്യം വിചാരിച്ചത്. ചിലപ്പം വിനീത് ചെയ്യുന്ന പടത്തിലോ അങ്ങനെ ഇങ്ങനെ ഒരു പടാന്ന് പറഞ്ഞു. അപ്പൊ എന്നാത്താൻ കേസൂട്ടിൽ അടിപൊളിയായിരുന്നു അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പോയതിനു ശേഷം ഞാൻ മീറ്റ് ചെയ്യുന്ന 2 പേര് മോഹൻ സാർ കഥ പറയുമ്പോഴും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാകേഷ് ഏട്ടൻ. അപ്പം ഈ സിനിമയിൽ ഒരുപാട് ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഞാൻ ഇല്ലാത്ത സീനിലും ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരെടുക്കും. ഇപ്പൊ നമ്മുടെ സീനിലാണെങ്കിലും ഇങ്ങനെ പറഞ്ഞോട്ടെ അങ്ങനെ ഒരുപാട് ഫ്രീഡം കിട്ടിയ ഒരു ഹോം സെറ്റ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരെനിക്ക് ഫാമിലി പോലെയാണ്. രാകേഷ് ഏട്ടനും ആഴ്ചയിൽ 2 ദിവസം നമ്മൾ മീറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇവൻച്വലി ഇതിന്റെ DOP ആണെങ്കിലും ഇതിൽ ADs ആണെങ്കിലും, ഈ ADs ഒക്കെ എന്നെ ദൈവമേന്നാ വിളിക്കല്. കാരണം എല്ലാരും എന്നോട് സിഗരറ്റ് വെക്കും, ഞാൻ കൊടുക്കും. അല്ല അത് ആക്ച്വലി പറഞ്ഞാൽ അതിലൊരു ഇതുണ്ട്. അതായത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കാണ് ഏറ്റവും കൂടുതൽ പണി, ഏറ്റവും കൂടുതൽ തെറി വിട്ടുന്നതായിരിക്കും, ഏറ്റവും കുറവ് ശമ്പളമായിരിക്കും. അപ്പൊ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സിഗരറ്റ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അതിലെ ഇപ്പോഴത്തെ വലിയ ആക്ടേഴ്സ്, ഞാൻ അവരുടെ പേര് പറഞ്ഞു, ഞാൻ അവരോടൊക്കെ സിഗരറ്റ് വെച്ചിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിഗരറ്റ് ഇത് മറ്റേ ഇതിട്ടുണ്ട് വരുമോ? ഇല്ല, സിഗരറ്റ് ഭയങ്കര ഇമോഷനാണ്. അവരെന്നെങ്ങനെ വിളിക്കല്? കാരണം ഇത് ഒരിക്കൽ ചോദിക്കുമ്പോ മൃദുലോട്ടാ അല്ല, അത് ഇമോഷൻ ആകാനുള്ള കാരണമുണ്ട്. ആ അന്നത്തെ കാലം ആ ട്രിവാൻഡ്രം ലോഡ്ജിൽ നടക്കുന്ന സമയത്ത്
മൃദുല് സിഗരറ്റ് വലിക്കും. ആ ഒരു സിഗരറ്റിന് വേണ്ടി പല ആളുകളും ചോദിക്കുകയും മേടിക്കാൻ പോലും ചില പൈസ ഉണ്ടാവില്ല. ഇല്ല, ആ കാലഘട്ടത്താണ്. അന്ന് ഒരു ആക്ടറിനോട് ഈ സിഗരറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയി ചോദിച്ചു, ഈ പടം കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമോ? അപ്പൊ ഞാൻ ഈ പടം കഴിഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്നത്. ആ പടം കഴിഞ്ഞപ്പോൾ അയാളുടെ ലൈഫിൽ അതേപോലെ സംഭവിച്ചു. അയാൾ ഇന്നൊരു വലിയ ആക്ടറാണ്. നിങ്ങൾക്കറിയാം, പേര് പറയണ്ട, കട്ട്. പിന്നീട് പുള്ളി പല ഇന്റർവ്യൂവിലും എന്റെ പേര് പറഞ്ഞിരുന്നു, ഇയാള് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ആവുന്നത്. സിഗരറ്റ് കണക്ഷൻ ആണ്. അത് വല്ലാത്ത കണക്ഷനാണ് കേട്ടോ. ആ മൃദുല് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ വേറെ ഒന്നും പോകാതെയാണ് പറഞ്ഞത്, വേറെ ഒന്നും ചോദിച്ചില്ല, ചോദിക്കാതെ തന്നെ മൃദുല് പറഞ്ഞത്. എന്നാ പിന്നെ ഒരു ബ്രേക്ക് എടുത്താലോ, ഒന്ന് വലിച്ചിട്ട് വരാൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, അല്ല അത് മനസ്സിലായില്ല പെട്ടെന്ന് ബ്രേക്ക്. പിന്നെ വലിക്കുന്ന ആർക്കും പിടിയിട്ടില്ല. മൃദുല് സ്വാമി ശരണം എന്ന് പറഞ്ഞ ഇപ്പം താഴ്ത്തുന്നത് ഞാനും മൃദുലും വലിച്ചിട്ടാ വന്നത്. ആണോ? മൃദുലപ്പുറം നമ്മള് വലിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറവ്. പക്ഷെ ഇത് കട്ടയില്ല. ദൈവമേ, ഇതാണ് തമ്പിലാണ്. ദൈവമേ കാത്തോളി. ഹൈദർക്ക് എന്താ വലിക്കുന്നത്? ഞാൻ വലിക്കുന്ന സിഗരറ്റാണ്. ഞാൻ SA ലൈറ്റ്സ്. ഇപ്പൊ എന്റെ സിഗരറ്റ് വലി അതാന്ന് പറയണത്. മൃദു വലിക്കുന്ന സിഗരറ്റ് SA ലൈറ്റ്സ് അല്ല, മറ്റേ ഇതാണ്. അല്ല സിഗരറ്റ് ഞാൻ കണ്ടല്ലേ, ഞാൻ കണ്ടാണ്. SA അല്ല, സ്വാമി വർക്കല്ല. സിഗരറ്റ് മലയ്ക്ക് പോണുള്ളൊരു എതിരേ അല്ല. ആണോ? ഇനി എന്തെതിര്? കുംഭമേളക്കൊക്കെ ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ടൈറ്റില് സിഗരറ്റ് വലിക്കിനെ കുറിച്ച് നമ്മൾ വാണിംഗ് ഉണ്ട്. ഈ സൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ നമ്മൾ ഇതിൽ അഭിനയിക്കുന്നവരേനുള്ളൂ. അപ്പം അത് സുബേറിന്റെ അടുത്ത് ഒന്നും കൂടെ പറയാം, മോഹൻ ചേട്ടൻ ഈ നിങ്ങളുടെ സൗണ്ടിൽ തന്നെ കൊടുക്കണം. ഇതില് മനസാക്ഷിയോട് കൂടിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും അത്ര തെറ്റൊന്നുമല്ല. ഒരു ടെൻഷൻ അടിക്കുമ്പോ 2 സിഗരറ്റ് വലിച്ചാൽ ടെൻഷൻ പോയി, അത്രേ ഉള്ളൂ. പിന്നെ വലിക്കും. സിഗരറ്റായി ഒരു ജാതി. ഇതൊരു ജാതകമാണ്. സിഗരറ്റ് വലിച്ചാൽ ടെൻഷൻ പോലെ നമ്മള് വിശ്വാസമാണ്, അല്ലേ മൃദുലേ? അത് പറയുമ്പോളാ ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിക്കുന്ന ആളാണ് ശ്രീൻ ചേട്ടൻ. എനിക്കറിയാവുന്ന അത്രയും അടുപ്പമുള്ള ആളാണ് ഞാൻ. അത് വിനീത് എന്ന് പറയാം. ഇപ്പൊ ഇന്നാൾ ഈ കുറുക്കന്റെ ഇന്റർവ്യൂവിന് പോയപ്പോ ഞാൻ ക്യാരവാനിൽ കയറി സിഗരറ്റ് വലിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ശ്രീൻ ചേട്ടനോട് ചോദിച്ച ഡയലോഗ് എനിക്ക് ഭയങ്കര വൈറലായി. എന്തുണ്ട് വിശേഷം, സുഖമല്ലേ? അപ്പം സുഖമാണ്. ഇനിയെങ്കിലും ഹൈദരാലിക്ക് ഒന്ന് നന്നായി കൂടെ, സിഗരറ്റ് വലി നിർത്തിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചാണ്. ശ്രീൻ ചേട്ടൻ ചോദിച്ച ഡയലോഗാണെന്ന് കുറുക്കന്റെ പൂജയ്ക്ക് വരുമ്പോ. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ സിഗരറ്റ് അവിടെ നിൽക്കട്ടെ. ശ്രീനി സാർ ചോദിച്ചാൽ 2 ഭാഗമായിട്ട് പറ്റണം. ഇനി ഒന്ന് ഹൈദരാലിക്ക് നന്നായി കൂടെ, ഒന്ന് സിഗരറ്റ് വലി നിർത്തിക്കൂടെ. ഇനി ഇത് കേട്ട് തമ്പെഴുതണ്ട എല്ലാം മനസ്സിൽ ഇപ്പൊ എല്ലാവരും ഹൈദർക്ക് കട്ടിയില്ല, പരിപാടിയില്ല. ശ്രീനി സാർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അടിപൊളി, ഒരു രക്ഷയില്ല. ഈ വീഡിയോ ചെയ്യുന്ന സമയത്തെ 2 കാര്യം ചെയ്തിട്ട്, നിങ്ങളുടെ വീഡിയോകൾ ഞാൻ പലതും കാണാറുണ്ട്. നിങ്ങൾ കൂട്ടം കൂടി ചെയ്യുന്ന വീഡിയോകൾ പലതും ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോയുടെ തയ്യാറെടുപ്പ് എടുക്കുന്നത്? അയ്യോ, തയ്യാറെടുപ്പൊന്നുമില്ല. മറ്റേ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേപടി അങ്ങ് പകർത്തി വെക്കുക, അത്രേ ഉള്ളൂ. എല്ലാം ജീവിതത്തിൽ സംഭവിച്ചാണ്? എല്ലാം ഒന്നല്ല, ബട്ട് ഒരുമാതിരി ഒരു 70-75% ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എനിക്കും കൂടെ ഉള്ളവന്മാർക്ക് സംഭവിക്കുന്ന അതേപടി അങ്ങ് പകർത്തി വെക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചാണ്, ഈ സിനിമയിൽ സംഭവിച്ച ഒരു വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾക്ക്? ഈ സിനിമയിൽ സംഭവിച്ചോ? നിങ്ങളവിടെ വെറുതെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരു സാധനം, ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുവാണ്. എൻ്റെ ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വിനീതേട്ടനോട് ക്യാരവാനിൽ ഫുഡ് അടിക്കുന്നത്. ലൈക്ക്
ലൈക്ക് ഞാൻ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്തൊരു സംഭവം വിനീതേട്ടൻ്റെ സെറ്റാണോ ഫുഡ് അടിപൊളിയായിരിക്കും. ക്യാരവാനിൽ വിളിച്ച് വരുത്തി ഏറ്റവും അടിപൊളി. ലൈക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, മറ്റേ എടാ പാടാ ചെമ്മീൻ ബിരിയാണി ഉണ്ടാ, എടാ പാടാ മറ്റേ എന്താ മറ്റേ ഡ്രീം കേക്കാ, മറ്റേ 5 ലെയർ ഡ്രീം കേക്ക്. അപ്പോൾ ഓരോ ദിവസം സെറ്റ് വരുമ്പോൾ മറ്റേ ഇന്ന് അഭിനയിക്കാനുള്ള സീനുകളുടെ എണ്ണത്തെക്കാളും ഇന്ന് ലൈക്ക് വിനീതേട്ടൻ തരുന്ന ഫുഡിന്റെ കാര്യം ഓർത്ത് രാവിലെ 6 മണിക്ക് എണീക്കുന്ന ദിവസങ്ങളുണ്ട്. സെറ്റ് വരും, നല്ല അടിപൊളി ഫുഡ്. എന്നിട്ടെന്താ മൊത്തത്തിൽ അപ്പൊ ഈ സിനിമയിൽ നിന്നൊരു സാധനം എടുത്ത് വീഡിയോ ആക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ പറയാൻ ഒരു സംഗതി വീഡിയോ ആക്കിയിട്ടുണ്ട് അതില്. അതെ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു വീഡിയോ ഓൾറെഡി ആക്കിയിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഞാൻ നല്ല മാത്രമല്ലേ പറയുള്ളൂ. എല്ലാം പറയാം. ഇല്ല, നല്ലത് മാത്രമേ ഉള്ളൂ പറയാൻ. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടല്ലോ ആൾക്കാർ പറയുന്നത്. അതെ, നല്ല മാത്രമേ ഉള്ളൂ പറയാൻ. നിന്നെ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലായില്ല. അല്ല, ഒരു വീഡിയോ ചാവുന്നവരെ ഞാൻ ഞാൻ കേട്ടില്ല. ചാവുന്നവരെ ഞാൻ പിടികൊടുക്കില്ല. ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, ഞാനിപ്പോ എന്റെ ചോദ്യത്തിന് ആൻസർ ഇതിന് എനിക്കൊരു വീഡിയോ ഇതുമായിട്ട് ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഏത് പറയും? ഓക്കെ, അതിപ്പോ നമ്മളെന്താ പറയാ, ഇപ്പൊ വിനീതേട്ടന്റെ സ്റ്റീരിയോ ടൈപ്പിനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. വിനീതേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരാ നന്നായി ഞാൻ പറഞ്ഞു ചെന്നൈ തൈര് സാധം. പിന്നെ വിനീതേട്ടൻ നല്ലൊരു ഫുഡിയാണ്. അപ്പൊ പലതും നമുക്ക് അതിനെ വെച്ച് പലതും പറയാം. അതെ, വിനീതേട്ടന്റെ ചിരി ഭയങ്കര ഇൻഫെക്ഷൻസ് ആണ്. വിനീതേട്ടൻ കൂടുന്ന ചിരിച്ചാൽ നമ്മൾ ചുമ്മാ ചിരിച്ചു. വിനീതേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല. ചിരിച്ചാൽ കൂടുതൽ നമ്മൾ ചിരിച്ചു. അതിനെ നമുക്ക് പറയാം. ഇന്ന് മൃദുല് പറഞ്ഞൊരു കാര്യം, അതായത് ജോമോനും മൃദുലും ഭയങ്കര ഫ്രണ്ട്സാ. അപ്പൊ ഇവര് ബ്യൂട്ടിഫുൾ ചെയ്യുന്ന സമയത്ത് ജോ അടുത്ത പടം എന്റെ പടം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ മൃദുല് ടൈറ്റിൽ വെച്ചപ്പോ ജോ പറഞ്ഞു തട്ടത്തിൻ മറയത്ത് നീ എന്തിനാ ഇമാതിരി പടമൊക്കെ പോയി അല്ല അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് അന്നേരം നമ്മള് ചെന്നൈയിലായിരുന്നു. പണ്ട് ചെന്നൈയിലാണല്ലോ പോസ്റ്റ് പ്രൊഡക്ഷൻ. ചാപ്പേന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, വി കെ സാറിന്റെ ഏതൊരു പടം നടക്കുന്നു. അങ്ങനെ ഇത് പറഞ്ഞതിന്റെ അന്ന് രാത്രി ജോമോന് ബാ ഒരു സ്ഥലത്ത് വേണ്ടെന്ന് പറഞ്ഞു. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോ ഒരു I-20 വരുന്നു. I-20 വിനീത് ശ്രീനിവാസൻ. അപ്പം ഇതിന്റെ പാട്ടുകൾ ലഭിച്ചു. ഒന്നാണ് ഈ സാഹിബാഗത്ത് റിലീസിന് എത്രയോ മുമ്പ് മൃദുല് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അന്ന് എന്റെ പെർസെപ്ഷൻ മാറി. ചെയ്തോ വിട്ട് ഇനി വിടുക വേണ്ട. അല്ല, അത് അങ്ങനെ ഒരു ഇത് ജോമോന്റെ അടുത്ത് പറയാൻ കാരണം എന്താ? അല്ല, പെട്ടെന്ന് അതായത് ചാപ്പാക്കുരിശ് കഴിഞ്ഞു, ബ്യൂട്ടിഫുൾ കഴിഞ്ഞു. അപ്പൊ ബ്യൂട്ടിഫുളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ മോനെ അടുത്ത പടം? അപ്പൊ ഇങ്ങനെ പടം പറഞ്ഞു. ഇതെന്ത് ടൈറ്റിലാണ്? ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറഞ്ഞ. പിന്നെയാണല്ലോ നമ്മള് പടം കാണുന്ന. അല്ല, പിന്നെ അന്ന് രാത്രിയാണ് പാട്ട് കേട്ടത്. 4 പാട്ട് കേട്ടു. ഈ തട്ടത്തിൻ മറയത്തിലെ 4 ഹിറ്റ് പാട്ടും വിനീത് കാറിലിട്ട് പ്ലേ ചെയ്തു. അത് ഞാൻ അവർ ചെയ്തു. ടൈറ്റില് നമ്മളന്നേരം എന്താ പറയുക, കിളി പോയി നടക്കാണല്ലോ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ. നമുക്ക് വേറെ ടാരന്റീനോ എന്നൊക്കെ പറഞ്ഞത് കഴിവില്ലെങ്കിൽ നമ്മൾ ഇവരൊക്കെയാണല്ലോ ആരാധിക്കുന്നത്. ചെറിയൊരു സാധനം, കഴിവില്ലെങ്കിൽ നമ്മൾ ഇവരെയൊക്കെയാണ് ആരാധിക്കുന്നത്. എവിടെ കഴിവില്ലാത്ത മൃദുലിന് ഉണ്ട്. അത് കുറച്ചേ പുറത്തു വന്നിട്ടില്ല, ബാക്കി കൊണ്ടുവരണം. ഇത് ഇന്ന് മൊത്തം ട്രോളാട്ടോ. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ചോദിച്ചേ വാങ്ങിയെന്നല്ലേ വരുള്ളൂ ഇപ്പൊ. അയ്യോ, ഓക്കെ, ഇത് കിട്ടുന്ന അറിഞ്ഞിട്ട് ചോദിച്ചാണോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളവനും അല്ലാത്തതുകൊണ്ട് വിഷയമല്ല. അവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് പൊളിക്കണം. ഇനി ഈ പടത്തിന്റെ 100, 50 ആഘോഷത്തിന് നമ്മൾ ഇത് വെച്ച് തന്നെ പിടിക്കാൻ പോവാ അല്ലേ? സെറ്റല്ലേ? എവിടെയൊക്കെ നമ്മൾ പോയി യാത്ര ചെയ്തിട്ട് വന്ന പോലെ ഉണ്ട്. തലശ്ശേരി മൊത്തം കറങ്ങി കൊച്ചിയിലേക്ക് എത്ര ഉള്ളൂ. പിന്നെ ഈ സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ കോമഡിയായിട്ട് ചിരിച്ചും ഒരു ഫാമിലിക്ക് റിലേറ്റ് ചെയ്യാവുന്ന എല്ലാ സബ്ജക്റ്റും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുക. മോഹൻചേട്ടൻ്റെ കഥയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയല്ല ഈ സിനിമ. നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട്. ഇനി ആൾക്കാരും കൂടെ ചിരിച്ചാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഹ്യൂമർ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കതിനെ പറ്റിയിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷൻ കറക്റ്റായാൽ അത് കറക്റ്റാവും.
ആ കാൽക്കുലേഷൻ കറക്റ്റ് ആവട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരും. ഓരോ സിനിമ വിനീതിനെ സംബന്ധിച്ച് ഓരോ സിനിമകൾ നമുക്ക് ഇപ്പോൾ തട്ടത്തിൽ മറയത്തിൽ തന്നെയാണ് നമ്മൾ ഹിറ്റടിച്ച സിനിമകളെല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായി ചെന്നു. കുറുക്കനും നമുക്ക് സുബേറിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാതെ ഓടിയ സിനിമയാണ്. തിയേറ്ററിൽ അത്രയും ഓടിയില്ലെങ്കിലും കളക്ഷൻ ബേസ് കുറവാണെങ്കിലും ബിസിനസ്സും എല്ലാം നടന്നു പോയ സിനിമയാണ്. കുറുക്കനും ആളുകൾ ഏറ്റെടുത്ത സിനിമയാണ്. എങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ സിനിമകൾ അങ്ങനെ ഓടിയില്ല. പക്ഷേ സിനിമ നമുക്ക് ഏതാണ് വിജയിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു പ്രേക്ഷകൻ ഏത് രീതിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ചിലപ്പം വിനീതിന് ഇഷ്ടപ്പെടില്ല. സിനിമയുടെ ഓട്ടം അങ്ങനെയാണ്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആളുകൾ ഭയങ്കരമായിട്ട് ഹിറ്റ് തന്ന ഒരു സിനിമയാണ്. പക്ഷേ അത് OTT വന്നപ്പം അത് നമ്മൾ പൊങ്കാല ഇട്ട് നമ്മളെ കൊന്നു. അതാണ് അതിൻ്റെ അവസ്ഥ ഉണ്ടായത്. പക്ഷെ ഓരോരുത്തർക്ക് പക്ഷെ നേരെ തിരിച്ചാണ് സൈജു കുറുപ്പിൻ്റെ പടം ഭരതനാട്യം. അത് തിയേറ്ററിൽ ഓടിയില്ല. പക്ഷേ OTT വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത സിനിമ അതായിട്ട് മാറി. അങ്ങനെയാണ് പ്രേക്ഷകർ എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീതിനെ സംബന്ധിച്ചും ഏത് രീതിക്കാണ് ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ഡയറക്ഷൻ പോലെ അഭിനയിക്കാൻ പോകും വിനീത് ഒരു കാഴ്ചപ്പാടുണ്ടാവും. എൻ്റെ സിനിമ ഇങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ഹിറ്റ് അടിക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് എങ്ങനത്തെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാണ് നീ ഇഷ്ടം? എനിക്ക് പല രീതിയിലുള്ള സിനിമകൾ എടുക്കണമെന്നുണ്ട്. ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടണം. അത് തിയേറ്ററിലാണെങ്കിലും OTT-ലാണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മുടെ സിനിമ റിസീവ് ചെയ്യണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എനിക്ക് 2 എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിര ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ആ സിനിമ തീരെ നന്നായിട്ട് പോയില്ല. ആ സമയത്ത് തന്നെ ഭയങ്കര ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നൊക്കെ DVD റിപ്പാണ്. ഇപ്പോൾ DVD റിപ്പിലും ടോറൻറ്റിലും ഒക്കെ ആൾക്കാർ പടം കണ്ടിട്ട് പിന്നെ ഭയങ്കര അഭിപ്രായം പറയും. അപ്പോൾ അതിൽ നമുക്കൊന്നും സന്തോഷിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നേരെ തിരിച്ചാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പടമാണ്. പക്ഷേ OTT-ൽ വന്നപ്പോൾ റിയാക്ഷൻ നേരെ തിരിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ തിരക്ക് സംഭവിച്ചതിനേക്കാളും ഒരു ബെറ്റർ സിനാരിയോ ആണ് എന്തുകൊണ്ടും വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രൊഡ്യൂസർക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല. അൾട്ടിമേറ്റ്ലി എൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, ഒരു റിലീഫ് ഉണ്ട്. പക്ഷേ സിനിമയ്ക്ക് വരുന്ന ഫീഡ്ബാക്ക് നമ്മൾ സ്വീകരിക്കുക. കറക്റ്റായിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഇതെല്ലാം ലേണിംഗ് ആണ്. സക്സസും ഫെയിലിയറും ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റില്ല, നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടുന്നത് റിസീവ് ചെയ്യുക, അടുത്ത പരിപാടി നോക്കുക, നടക്കുള്ളൂ അല്ലേ? ധ്യാന സമയം ധ്യാനി നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം നല്ല രീതിക്ക് പ്രൊമോഷൻ വന്നു. ധ്യാൻ തന്നെ അത് കഴിയുമ്പം ഈ സിനിമയെക്കുറിച്ച് തിരിച്ചു പറയാൻ തുടങ്ങി. അതെങ്ങനെയാണ് അതിന് വിനീത് കിട്ടിയിട്ടില്ലാത്ത ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെങ്ങനെയാണ് വിനീത് ഉൾക്കൊണ്ടത്? അല്ല, അതൊന്നും എന്താ പറയുക, അതൊക്കെ ആ സമയത്ത് സംഭവിച്ച കാര്യം എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് വിടുക, അത്രേ ഉള്ളൂ. അത് ധ്യാനോട് സംസാരിച്ചോ? ധ്യാനിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാളിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാവുന്ന ആള് ധ്യാൻ തന്നെയാണ്. അതുകൊണ്ട് ധ്യാനോട് സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, അവൻ പറയും. അവൻ തന്നെ പല സ്ഥലത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ അത് ആലോചിച്ചിട്ട് അവനെ തന്നെ ഞാൻ കാരണം ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൻ ചിന്തിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഒരു സിനിമ, അതൊരു സീസൺ, അത് കഴിഞ്ഞു, പിന്നെ അടുത്ത സിനിമയിലേക്ക് മാറുകയാണ്. അത്രേ ഉള്ളൂ. ഇനി ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്, ഇനി ഒരു ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പല ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു വലിയ ആർട്ടിസ്റ്റിനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെ വെച്ച് ചെയ്യാനാണ് വിനീതിന് ഇഷ്ടം? എനിക്ക് കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ലീഡ് ആക്ടേഴ്സിൻ്റെ കൂടെയും ഒന്നും കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി തീർച്ചയായിട്ടും. പിന്നെ അത് കൂടാണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആസിയുടെ കൂടെ, ആസി ഞാനും നല്ല ഫ്രണ്ട്സാണ്. എനിക്കെപ്പോഴും ആ ഒരു ആഗ്രഹം ഒരു സൈഡിലുണ്ട്. ആസിയുടെ കൂടെ എപ്പോഴെങ്കിലും ഒരു സിനിമ എന്നുള്ളതുണ്ട്. പിന്നെ സബ്ജക്റ്റിനനുസരിച്ച് ഷാനുവിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഫാദിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു സംഗതി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സബ്ജക്റ്റും എല്ലാം റെഡിയായി വരണമല്ലോ. ആസിഫിനെ വെച്ച് നമുക്ക് ഏറ്റവും ആദ്യം ആസിഫിനെ വെച്ച് പ്രതീക്ഷിക്കാം. നിവിനുമായിട്ട് ഒരു സംഗതി ഞാനും നിവിനും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഐഡിയ മാത്രമേ ആയിട്ടുള്ളൂ. അത് സ്ക്രിപ്റ്റിലോട്ടൊന്നും ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അത് മാറ്റമൊന്നുമില്ല. അങ്ങനെ എല്ലാം സംഭവിക്കട്ടെ. സനോര കേട്ടല്ലോ, ഇപ്പം അഭിനയത്തിലേക്കാണ് ഞാൻ അതിനു വേണ്ടി ഇപ്പം ചോദിച്ചത്, എത്ര സിനിമകളിലേക്കാണ് പോകുന്നുണ്ട്? അന്ന് കൂടെ പിടിച്ചോണം. എനിക്ക് എന്ത് വന്നാലും ബോണസാണ്. ഏതെങ്കിലും മേഖലയിലേക്ക് ഇതിൽ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണം എന്നൊന്നും ആയിരിക്കില്ല. അഭിനയം എങ്ങനെയുണ്ട്? സുഖമല്ലേ? കുറച്ച് ടെൻഷൻ ഉണ്ട്. എല്ലാം കുറെ ആൾക്കാരും പാടുന്ന പോലെ അല്ലല്ലോ ഈ അഭിനയിക്കല്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി. പക്ഷെ
കുഴപ്പമില്ല. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സീൻ ഓർക്കുവാണെങ്കിൽ, ലൊക്കേഷൻ ഉണ്ടായ ഒരു അനുഭവം ഓർക്കുവാണെങ്കിൽ ഏതായിരിക്കും പറയാൻ പറ്റുമോ? സായ ആക്ച്വലി ഒരു 1-2 ദിവസമല്ലേ ഒറ്റ ദിവസം ഒറ്റ ദിവസം ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ഒന്ന് ഓർത്തെടുക്കുമ്പോഴേക്കും ഷൂട്ട് കഴിഞ്ഞു. അല്ല, ഞാൻ സത്യം പറയാൻ പറ്റില്ല, ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു. പക്ഷെ സായയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ പടത്തില്. ഒരു പല സ്ഥലത്ത് ഓരോരോ സ്ഥലത്തായിട്ടാ സായ വരിക. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഫുള്ളായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ വന്ന സമയത്ത് ഇതേമാതിരി ഡയലോഗ് തന്ന് എന്നിട്ട് ഓക്കെ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി, ദൈവമേ തുടങ്ങിയ അങ്ങനെയായിപ്പോയി എനിക്ക്. ഞാൻ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ലൈക്ക് അതൊരു നല്ലൊരു ഇതായിട്ട് എടുത്തു. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ആക്ടർ ആയിട്ട് ഇരിക്കണം അങ്ങനത്തെ തോട്ടമല്ല എനിക്കില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്കെപ്പോഴും സിംഗിങ്, മ്യൂസിക്, ലൈവ് ഷോസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പം അത് ഒരു വേറെ തന്നെ ഒരു ലഹരിയാണ് ആക്ച്വലി. അതിന്റെ കൂടെ ഇത് ഡബിങ് ചെയ്യുന്നുണ്ട്. അപ്പം എവറിതിങ് ഗിവ്സ് മീ ഹൈ. അത് എൻജോയ് ചെയ്യാം, അങ്ങനെ പോവാം. ഈ ട്രാവലിന്റെ ഇടയ്ക്ക് സിനിമകൾ കാണാനുള്ള സമയം കിട്ടാറുണ്ട്? തിയേറ്ററിൽ പോയി സിനിമ കാണൽ കുറവാണ്. സിനിമകൾ കാണുന്നത് ഭയങ്കര കുറവാണ് ആക്ച്വലി. സീരീസ് ഒക്കെ കുറച്ചൊക്കെ ഇരുന്ന് കാണും. എന്താ ഞാൻ ആക്ച്വലി ഈ വേൾഡിലെ എല്ലാം നടക്കും ഞാൻ തോന്നാറുണ്ട്. പല പല ഏരിയാസിൽ പല പല ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് പല കോൺവെർസേഷൻസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ന്യൂസ് കാണാറില്ല. ന്യൂസ് ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു. ബിക്കോസ് ഒരുപാട് ടോക്സിസിറ്റി ഉണ്ട്. വേണ്ട, എന്തായാലും നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എന്റെ മെന്റൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഞാൻ മാക്സിമം കട്ട് ഓഫ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സമയം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ എല്ലായിടത്തും പറയും ഞാൻ വേറൊരു വേൾഡിലാണ് ഉള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ വരും, തിരിച്ചു പോകും. എന്റെ വേൾഡിൽ ഞാൻ ഹാപ്പിയാ. ചിലപ്പോ ആയിരിക്കാം. എന്റെ ആ ലോകം വളരെ സുന്ദരമാണ്. അല്ല, അത് എല്ലാവർക്കും അവരുടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, അവരുടെ യാത്രയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇന്നും കേരളമാണ്. കേരളത്തിന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ച് തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു ഉപദേശം. ഒരു ഫേസ് ആയിരിക്കാം, ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു ഫേസ് ആയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറുമായിരിക്കും. അങ്ങനെയായിരിക്കും. മാറ്റങ്ങൾ സംഭവിക്കട്ടെ. മാറ്റങ്ങൾ സംഭവിക്കും ഉറപ്പായിട്ടും. ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഉറപ്പായിട്ടും തിരിച്ചു വരേണ്ടി വരും. എവിടെ പോയാലും താഴെ വന്നില്ല ട്രോഫി പിടിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എന്ന് പറഞ്ഞാല് പിന്നെ ഇടപെടേണ്ട സമയങ്ങൾ വരുമ്പോ ഇടപെടാറുണ്ടല്ലോ. സ്ട്രോങ് ആയിട്ട് ഇടപെടാറുണ്ടല്ലോ. സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇടപെടലുള്ള കാര്യം വരുമ്പോ ഒരു ഇടപെടൽ ഞാൻ നടത്തിക്കോട്ടെ. ടിസ്റ്റ് വന്നേണ്ട. തുടക്കടിയില്ല, അതൊരു ഇടപെടൽ പറഞ്ഞപ്പോ ഒരു ഇടപെടലിലേക്ക് ഞാൻ ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാ പോണ. പോയിക്കോട്ടെ. ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസൺ ഉണ്ടായ കുറേ വിവാദങ്ങളുണ്ട് അല്ലേ? അല്ല, ആനി റോസിന്റെ വിഷയം, കോച്ചയെ അറസ്റ്റ് ചെയ്ത വിഷയം, ഈ വിഷയങ്ങൾ. നമ്മൾ ഡ്രസ്സ് ധരിക്കണത് നമ്മുടെ ഇഷ്ടത്തിനാണ്, അതിന് ആർക്കുമില്ല. ഞാൻ ഡ്രസ്സ് എന്ത് ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകളും അതുപോലെയാണ്. അതിൽ പോച്ച പറഞ്ഞ ഒരു വലിയ പ്രശ്നമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുമായിട്ട് വന്ന് സൈനോരയ്ക്ക് എന്താണ് തോന്നിയത്? ഈ പറഞ്ഞ മതി, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റാണ്. ഒരു ശരീരം എങ്ങനെ ഒരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന്, അതാണ് ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. ഇത് എൻ്റെ ബോഡിയാണ്, എൻ്റെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എന്നുള്ളത്. ഞാൻ അത് ധരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതിൽ നല്ലത് ചീത്തയൊക്കെ ഉണ്ട്. ചിലപ്പം അങ്ങനെ വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഡ്രസ്സ് ചെയ്ത് നടക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി വസ്ത്രധാരണം എന്ന് പറയുന്നത്, എസ്പെഷ്യലി മലയാളികൾക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നോമായിട്ട് മാറുന്നത്. ഒരു സ്ത്രീ ശരീരത്തിന് എപ്പോഴും നമ്മളൊരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടും എപ്പോഴും അങ്ങനെയാണ് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പം അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ചിലപ്പം അത് വിചാരിക്കില്ല. ചിലപ്പോൾ അവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷനെ മനസ്സിലാക്കാതിടത്തോളം, അത്രയും എക്സ്പാൻസീവ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചുരുക്കിയിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചുരുക്കി ചിന്തിക്കുന്ന ആൾക്കാർ അവനവൻ തന്നെ വിചാരിക്കണം, ഓക്കെ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് അയാളുടെ എക്സ്പ്രഷനാണ്. അതിന് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മോശമായിട്ടൊരു തോട്ട് വരുന്നത് എന്നുള്ളത് അവനവൻ ചിന്തിച്ചിട്ട് അതൊരു ഇൻവേർഡ് ജേർണി ആയിട്ട് പോകണം.
എവിടെയാണ് അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നത്, ഏത് ഏരിയയിലാണ് എൻ്റെ കോൺഷ്യൻസ് ഇതിന് അഗൻസ്റ്റ് ആയിട്ട് തോട്ട് വരുന്നത്. അപ്പം ഇറ്റ് ഇസ് നോട്ട് നമ്മൾ പുറമേ റിവോൾട്ട് ചെയ്ത് ജൈവ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് പോയി എവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നത്, ഏത് കണ്ടീഷനിങ്ങിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവനവൻ തന്നെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയാണെങ്കിലേ മാറ്റങ്ങൾ വരും. ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ ഒരു നിയമവ്യവസ്ഥയിൽ, സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ നിയമവ്യവസ്ഥയിൽ പുരുഷന്മാർക്ക് അത്ര നിയമവ്യവസ്ഥയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞിട്ട് പല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ കുറേ ആളുകളുടെ പേര് പറയുക, ഇത് പറയുക, പിന്നീട് അയാൾ നിരപരാധിയാകുന്നു തെളിയുന്നു. നിവിൻ്റെ തന്നെ പോയിന്റ് നമ്മൾ പറയാം, നിവിൻ വെറുതെ നിവിനെ ഇട്ട് വരുത്തി നിവിൻ നിരപരാധിയെന്ന് കോടതി വരെ എത്തിയിരിക്കുന്നു. പിന്നീട് ആ സ്ത്രീ, ആ പറഞ്ഞ സ്ത്രീക്ക് ഒരു ശിക്ഷാ നടപടി പോലും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നു. അത്ര ഒരു നടപടി അതിനുവേണ്ടിയാണ് ഇപ്പം രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഉള്ളവർ കമ്മീഷൻ വരുന്നത്. അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ആക്ച്വലി അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഇതിന്റെ ഇടയിൽ ഇത് സംസാരിക്കണം. അതിലേക്കൊന്ന് ടെസ്റ്റ് വന്നപ്പോ ഞാൻ സത്യം പറയട്ടെ, ഇത് ഇങ്ങനത്തെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കണ്ടൊരു ഇൻട്രസ്റ്റ് വന്നു. എല്ലാവരും ഓക്കെ എന്തായാലും സംസാരിക്കാം, അടുത്ത എന്താണ് പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത് നിർത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊരു കാര്യം എഴുതി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതിനെ ഒപ്പോസ് ചെയ്യാനും അതിനെ അനുകൂലിക്കാനുമുള്ള ആൾക്കാരും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മനസ്സിലായ? ആ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തത്. ബിക്കോസ് അത് എന്റെ മാത്രം തോട്ടാണ്. അത് ഞാൻ അത് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാ ഈ ഒരു ജാതി ജാതകത്തിന്റെ ഈ ഒരു ജാതകം പോലെ ഇത് പോകണം. അതെ, അതിന്റെ ഇടയിൽ ഇത് നിങ്ങൾ വലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പുരികം പോയത് ഞാൻ കണ്ടു. ഇതിന്റെ പ്രൊമോഷൻ അല്ലേ? അല്ല, ഞാനത് ഡിബേറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി അതിനെ വേറൊരു തരത്തിൽ ചിന്തിച്ച് പിന്നെയോ അതിനകത്ത് ഇങ്ങനെ എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര ടോക്സിസിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി വേൾഡിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഈ കെയോസ്. അതിന്റെ ഇടയിൽ നമ്മളും കൂടി ഒരു തുള്ളി ഉറ്റിക്കരുതാണ് എന്റെ ഇപ്പത്തെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. നമുക്ക് കുറച്ചും കൂടി അതിനെ പീസ്ഫുൾനെസ് കൊണ്ടും അല്ലെങ്കിൽ ഒരു കമ്പാഷൻ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും. നമ്മളെതിരെ ഇന്ന് ഇരിക്കണ ഒരാളെ നമുക്ക് എങ്ങനെ വിധത്തിൽ നമുക്ക് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അവരെ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കാണണം. ഈ ലോകത്തിന് അതാണ് കൂടുതൽ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞപ്പോ ഒന്നും ചോദിച്ചു പോയെന്നുള്ളൂ കേട്ടോ. ഇത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൊണ്ട് ഈ സബ്ജക്ട് അവസാനിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, സ്ത്രീകൾക്കുള്ള പോലെ പ്രാധാന്യം പുരുഷന്മാർക്കും ഉണ്ട്. അത് ഹൈക്കോടതി ചോദിച്ചു. സ്ത്രീകൾക്ക് മാത്രമല്ല ഇത്രയും കാലം ചരിത്രത്തിൽ സ്ത്രീകൾക്ക് പരിഗണന കിട്ടാൻ തുടങ്ങിയത് വളരെ റീസെന്റ്ലി ആണ്. എത്രയോ കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല ചില ഏരിയാസ്. നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് പോലും മനസ്സിലാവോ എന്നുള്ള കാര്യം ചില സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവൂ. അല്ല, അതെല്ലാം ഞാൻ എല്ലാം ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞ പോലെ അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്വാതന്ത്യമുണ്ട്. പുരുഷന്മാരെ വെറുതെ കുറ്റപ്പെടുത്തുമ്പോൾ ചില സ്ത്രീകൾ പുരുഷന്മാരെ നമ്മൾ എതിർക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് ഒരിക്കലും എതിർക്കുന്നില്ല കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട്, നിങ്ങൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും അതാണല്ലോ ഒരു ഫാമിലി ബന്ധം എന്ന് പറയുന്നത്. കുടുംബം നിങ്ങൾ മലക്കം പറയുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ എന്റെ അമ്മോ. എല്ലാം പറഞ്ഞിട്ട് അത് വിട്ട് ഞാൻ അതിലേക്ക് പിടിക്കുന്ന അത് വിട്ടെന്നല്ല, അത് വിറ്റ്. ഞാൻ ഇത് ഉണ്ടായത് നിർത്തുന്നത് മനസ്സിലായി. എഴുതണ്ട. ബിക്കോസ് ഒരാളൊരു അഭിപ്രായം പറഞ്ഞ് 100 അഭിപ്രായം എതിരെ വരും. അവിടെ എന്തെങ്കിലും ഒരു ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാവുന്നോ? ഇല്ല. അവിടെ ഒരു തോട്ട് ഉണ്ടാവുന്നു, കുറെ ആൾക്കാർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു, കുറെ വിഷം അവിടെ ചീറ്റുന്നു, തീർന്നു. അതിന്റെ അടുത്ത വിഷയത്തിലേക്ക് ആൾക്കാർ കടക്കുന്നു. ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ മറിയുന്നു. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് കട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ഗുണം ഇതാണ്. വേറെ ലോകത്തിലാണ്. ചുമ്മാ വെറുതെ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിനെ പറ്റി ഓരോരുത്തർക്കും ഓരോ ചോയ്സ്. പറഞ്ഞ മാതിരി ഇൻവേർട്ട് ജേണി ചെയ്യുക, അവരവരുടെ ഉള്ളിൽ എന്താണുള്ളത് അത് മാറ്റാൻ ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഈ ഒരു ജാതകം എല്ലാവരും മാറ്റി എഴുതട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ വിനീത? എന്നാ വിനീത് ശരി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര സാധന
ഞാൻ വന്നപ്പോ പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത്. എങ്ങനെയെങ്കിലും ഞാൻ ചില സമയത്ത് നിങ്ങള് ഫാനായി മറന്നിട്ടുണ്ട് കേട്ടോ. ഈ സാധനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന വഴി ഉണ്ടല്ലോ, പിടിച്ച് നമ്മള് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോ പോലെ നമുക്ക് ഇത്രയും ടെക്നിക്ക് അറിയില്ല. ഒരു വിനീതേട്ടൻ പറഞ്ഞ മറ്റേ പുരുകം പോകുന്ന സാധനം അത് റിട്ടേൺ കിട്ടുമ്പോ ആ പുരുകം ഞാൻ എന്ത് പറഞ്ഞപ്പോ നിങ്ങള് പുരികം മുങ്ങി അതെ അതാ നമ്മൾ വിചാരിക്കും കണ്ണാടിക്ക് ഒരു എക്സ്ട്രാ ഫ്രെയിം ഉണ്ടെന്ന് അമ്മായി വിചാരിക്കും. നിന്നെ പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് പുരികം മുകളിലേക്ക് പോയത്. അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല, അത് തൂത്താ പോവില്ല. എന്റെ അമ്മോ, ഇതെന്തായാലും അല്ല പിടിച്ചാ കിട്ടാതെ എനിക്കങ്ങ് പോയി. യാത്ര ചെയ്തോ, യാത്ര രസമായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ, പ്രേക്ഷകർക്ക് കാണാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുകയും ചെയ്തു. എല്ലാ രീതിക്കും അത് വിനീത് പറഞ്ഞ വിറ്റു എന്നാണ് പറഞ്ഞത്. ഇനിയെങ്കിലും നന്നായിക്കോട്ടെ. അയ്യോ, ത്തിലേക്ക് ഉണ്ടല്ലേ. ഇതിലെ അടുത്ത സിനിമ എങ്ങനെയാണ്, സിനിമയുടെ കാര്യങ്ങൾ? അടുത്ത സിനിമ ഒരെണ്ണം രാകേഷ് ചേട്ടനായിട്ട് ഒരു സബ്ജക്ട് ഡിസ്കഷൻ ഉണ്ട്. പിന്നെ കുറച്ച് മുമ്പേ അനൗൺസ് ചെയ്ത ഒരു തെയ്യമ്പാടുണ്ട്, തട്ടുമള്ളാട്ടമുണ്ട്. അതിന്റെയും സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കാണ്. ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനം സ്ക്രിപ്റ്റ് കഴിഞ്ഞോളൂ. സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളോട് സംസാരിച്ച് തുടങ്ങുന്നു. അത് ഉടനെ തന്നെ ഉണ്ടാവും. ഈ രണ്ടാമത്തെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഇനി സിനിമ അഭിനയം ഏതാണ് അടുത്ത്? ആ ഒരു ഡയറക്ഷൻ നമ്മള് മൊത്തം മൊത്തം ടീം ഡയറക്ഷൻ അല്ല ഞാൻ ഡയറക്ഷൻ, പക്ഷെ മൊത്തം ടീമുമായിട്ട് കഥ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ പ്രോസസ്സിന്റെ ഒരു 3/4 പോർഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളു. അപ്പം എനിക്ക് നമ്മള് ടീം മൊത്തത്തിൽ ഒരു കോൺഫിഡന്റ് ആകുമ്പോൾ ഒരു ഫ്രീ മുന്നോട്ട് കിടക്കാന്ന് വിചാരിക്കും. ഈ അലമ്പൻ എന്ന് പേരിടാൻ കാരണം എന്റെ ദൈവം, ആ സത്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാനും എന്റെ പാർട്ട്നേഴ്സ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സെബാസ്റ്റ്യൻ, ഞങ്ങൾ LKG തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ഈ 2010 ഈ അലമ്പൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലുള്ള പേരായി. വലിയ ചെറിയ എല്ല് വീണ്ടും വലിയ. അപ്പൊ ഞങ്ങൾ അന്ന് ഈ പേജൊക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല പിന്നെ ഇത് ചെയ്യുമെന്ന്. പക്ഷെ പിന്നെ പട്ടപ്പേരായി. അതെ, അത് ഭയങ്കര, അതും പിള്ളേർ ഇപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ചറപ്പുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഉണ്ടാക്കിയ പേരില്ലേ, പിന്നെ ഞാൻ സെബാസ്റ്റ്യൻ പണ്ടേ വിചാരിച്ചു ഓക്കെ ഇനി എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ തന്നെ ഈ പേര് തന്നെ ആവട്ടെ. കാരണം കൊച്ചിലെ ഇട്ട പേരില്ല, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സോ അങ്ങനെ ആയിപ്പോയത്. ഇപ്പൊ ആൾക്കാരൊക്കെ ഏറ്റവും കോണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ രാത്രി എന്തെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്ന നേരം 11 മണി കഴിഞ്ഞ് പോലീസ് നിർത്തും വണ്ടിയിൽ. ആറാ സാറേ ഞങ്ങൾ ഷൂട്ടിങ് നിങ്ങൾക്ക് ആരാ സാറേ ഒരു യൂട്യൂബ് ചാനൽ എന്താ പേരെന്നാ, ഞങ്ങൾക്ക് പേര് പറയാൻ മതി എങ്ങനെ പേര് പറയുന്നു. അപ്പൊ ഞങ്ങൾ മറ്റേ സാസ് ഇങ്ങനെയൊക്കെ പറയാം, സാറേ എന്നും പറഞ്ഞു പിടിച്ചു നിർത്തി. ഒന്നുമില്ല എന്ന് വെച്ചാൽ ചുമ്മാ ഒന്നുമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പേരിങ്ങനെ ആയിപ്പോയില്ലേ, പിന്നെ മാറ്റാനും പറ്റത്തില്ല, ഇത്രയും വർഷമായി. സോ പേരിന്റെ സംഭവം കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ഫ്രണ്ട്ഷിപ്പ് ബേസ് ഇട്ട പേരില്ല, അപ്പൊ മാറ്റാൻ നമുക്ക് ഉദ്ദേശിക്കും. ആ പേര് മാറ്റില്ല, മാറ്റില്ല, ആ പേരിൽ തന്നെ. അതെ അതെ അതെ, ഇയാളാണ് കുറെ കാരണം. നിങ്ങൾ മറ്റേ സ്മാർട്ട് ബോയ്സ് ഒക്കെ ഇറക്കി വിട്ടല്ലേ അടുത്ത മഴയത്ത്. ഇത് ആ സമയത്തൊക്കെ പഠിച്ചു വിട്ട സാധനം. അതിന്റെ ഓപ്പോസിറ്റ് അടിച്ചാണ്, അതിന്റെ ഓപ്പോസിറ്റ്. അതെ അതെ. ഉമ്മ ഈ പേരിനെ കുറിച്ച് പറയാറില്ല? എന്റെ ദൈവം, ഉമ്മായും വാപ്പായും ഒന്നും പറയണ്ട. അവര് മറ്റേ അവൻ പറയും ഓരോ സ്കൂൾ തൊട്ട് ഓരോ കൂട്ടുകെട്ടം ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ നടന്നോ അല്ലെങ്കിൽ എന്തോ അവന്റെ ചെയ്യാനാന്നൊക്കെ ഇപ്പോഴും പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് അറിയാം, ലൈക്ക് ഞാനിപ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ആഗ്രഹിക്കത്തില്ല, ഓക്കെ ടു ഡു വാട്ട് വി ലവ് വിത്ത് പീപ്പിൾ വി ലവ്. അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബോയ്സ് കൊച്ചിലായിട്ടുള്ളവന്മാർ, പിന്നെ കൊച്ചിലായിട്ട ഗ്യാങ്ങിൻ്റെ പേര്. ആൻഡ് അന്ന് ഭയങ്കര ആമച്ചറിഷായി തുടങ്ങിയ പരിപാടി ഇപ്പം നമ്മളൊരു ഹോപ്പ്ഫുള്ളി ഈ വർഷം ഒരു സിനിമയുടെ പരിപാടി ഇങ്ങനെ സെറ്റ് ആകുന്ന വരെ എത്തി. സോ ഐ എം പ്രൗഡ് ഓഫ് ദ ഗ്രോത്ത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. യെസ്. അപ്പൊ ഇനി അടുത്ത സ്ക്രിപ്റ്റ് ഒക്കെ തീർന്ന് ഡയറക്ഷനിലേക്ക് വരട്ടെ. കഥയുടെ പേരിൽ ലാസ്റ്റ് അലമ്പൻ അത് നമ്മള് അതിപ്പോ സ്റ്റിൽ അണ്ടർ ഡിസ്പ്യൂട്ട് ആണ്. കാരണം പടമൊക്കെ ചെയ്ത അവസാനം ബൈ അലമൻസ് നിങ്ങൾ കാണും. ആ ഒരു ബ്രാൻഡ് നമുക്ക്, പക്ഷെ അത് ആക്ച്വലി ബ്രാൻഡ് അല്ലേ? ലോകത്ത് ആരെങ്കിലും അലമ്പൻ ഡയറക്ടഡ് ബൈ അലമ്പൻ എന്ന് പറഞ്ഞിട്ട് ഇടുവോ? അതൊരു കോംപ്ലിമെന്റ് ആണെന്ന് എനിക്ക് അതെ, ലംബൻ എന്നൊക്കെ. ഈ ഞങ്ങൾ ഈ ഒരു ഫോർമുല ആലോചിച്ച് ഈ ലംബൻ പേര് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി
ഞാൻ പെട്ടെന്ന് ഒരു കഥ പറയാം. പണ്ട് ഞാൻ പഠിച്ച ഒരു മുസ്ലിം കോളേജിലാണ്. സോ ഈ മുസ്ലിം കോളേജ് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച നേരത്തെ വിടും. എന്തിനാ? നിസ്കരിക്കാൻ പോകണമല്ലോ. അപ്പൊ ഞാൻ ഈ അമൽ എന്ന് പറഞ്ഞാൽ അമൽ എന്ന പേരാണ് മലയാളത്തിലെ ഏറ്റവും പേരാണ് അമൽ. അപ്പം ഞാൻ പേര് പറഞ്ഞു പോകുമ്പോ ഈ സെക്യൂരിറ്റി സമ്മതിക്കില്ല. ഉങ്ക പേരനെ അമല, ഡേ നീ അല്ല നീ പോകുന്ന പറയും. പക്ഷെ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭാസ്കർ. അവനെ പാക്കരൻ എന്നാ വിളിക്കുന്നത്. പക്ഷെ അവന് ഇറങ്ങി പോകാൻ പറ്റിയല്ല, കാരണം മുസ്ലിം പേരല്ലല്ലോ. വാളിയൻ ബി ഹഷ്കർ എന്നും പറഞ്ഞ് എഴുതി ഇറങ്ങി പോവാം. അപ്പൊ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നേരെ പോവാം. അപ്പൊ ഈ ലംബൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ വേറൊരു ഫ്രണ്ട് അങ്കമാലിക്കാരൻ ആൽബിൻ. അപ്പൊ ആൽബിന് കട്ടടിക്കണം. ഒരു ദിവസം ആൽബിൻ വന്നിട്ട് ഉങ്ക പേരനാ ആൽബിൻ, അൽബിൻ ഉങ്ക അപ്പ പേരനാ ജോസട്ടൻ വേറെ പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഈ പരിപാടി നടക്കത്തില്ല. സോ ഈ സ്പ്ലിറ്റിംഗ് വർക്കാവുന്ന എനിക്ക് ലംബൻ എന്ന് വെച്ചാൽ നീളമാണ്. ലംബൻ എന്ന് വെച്ചാൽ അപ്പൊ കുറെ പേരുകൾ വന്നു, കുറെ കഥകൾ വന്നു. അതിലേക്ക് വന്നപ്പോ പറയണ്ട. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഞാൻ എന്റെ വാക്കുകൊണ്ട് എന്റെ നാവുകൊണ്ട് പറഞ്ഞു സൂപ്പർ ഹിറ്റാണ് സിനിമ. ഇനി പ്രേക്ഷകർ സിനിമ സൂപ്പർ ഹിറ്റ് ആകണം. സൂപ്പർ ഹിറ്റ് ആക്കാൻ സിനിമ കാണാൻ 31-ാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തുക. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് രാവിലെ കാണാൻ പറ്റില്ല, ഉച്ചയ്ക്ക് വൈകുന്നേരം സെക്കൻഡ് ഷോ ഒക്കെ ഉണ്ട്. എല്ലാ സിനിമയും കാണുക. ഇതിൻ്റെ 25-50-ാം ദിവസം നമ്മുടെ അലമ്പ് ടീമുകളെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഗംഭീര ഒരു സക്സസ് പാർട്ടിയൊക്കെ നടത്തണം. അതിനുള്ള ഭാഗ്യം മുകളിൽ നിന്ന് നമുക്ക് കിട്ടട്ടെ, പ്രേക്ഷകർ തട്ടെ. സൈനോരയും വിനീതും എല്ലാവരും ഉള്ളപ്പോൾ നമുക്കൊരു നല്ലൊരു ഗാനത്തോടുകൂടി അവസാനിപ്പിക്കുന്ന എന്നോട് പറയും, ഇത് എന്താണ് ഒരു ഗാനം പാടുന്നത്? എവിടെ മോളെ എടുത്തോണ്ട് വരും, ഡിങ് 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 ഗിറ്റാർ എടുത്തോണ്ട് വരും. അതുകൂടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതാണല്ലേ കോപ്പറേറ്റിന്റെ വിഷയമില്ല. എനിക്ക് അതാ നല്ലത്. അല്ലെങ്കിൽ കോപ്പറേറ്റ് വരും. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനിക്കോടി താടി വളർത്തി കയറൂരി പാഞ്ഞു കന്നി പഹയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. നീ പാടില്ല. അതെയാ. എന്തായാലും പറഞ്ഞ പോലെ ഒരു ജാതകം, സിനിമയുടെ ജാതകം തന്നെ മാറ്റി എഴുതട്ടെ. സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് 31-ാം തീയതിയാണ് സിനിമ റിലീസ്. മോഹൻചേട്ടൻ്റെ ഡയറക്ഷനിൽ മഹാസുബേറിൻ്റെ ഏറ്റവും ഹിറ്റടിക്കാൻ പോകുന്ന, മീശവാദത്തിന് ശേഷം ഏറ്റവും ഹിറ്റടിക്കാൻ പോകുന്ന സിനിമ തന്നെ ആയിരിക്കും. ഒന്നും കൂടെ ഞാൻ വിശ്വസിച്ച് തന്നെ പറയുകയാണ്. ഒത്തിരി സന്തോഷം. 4 പേർക്കും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.